സയൻഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറൽ സയൻസ്, അതായത് BEd ഫസ്റ്റ് സെമ്മിലെ ഓപ്ഷണൽ പേപ്പറായിട്ടുള്ള തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ്. അപ്പോൾ ആ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളുടെ ഓപ്ഷൻ പേപ്പർ 80 മാർക്കിനായിരിക്കും ഉണ്ടാകുന്നത്. 20 മാർക്ക് ഇൻറ്റേർണലാണ്. പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാം നിങ്ങൾക്കറിയാലോ. സോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ്റെ നമ്പർ ഇടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ വിട്ടു പോകുന്ന സമയത്ത് നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് വരും. അപ്പോൾ നമുക്ക് സിലബസിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഉള്ളതെന്ന്, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതും ഒന്ന് വേഗം നോക്കാം. സോ ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു സയൻസ് ഡിസിപ്ലിൻ ആണ്. സയൻസ്, ഇറ്റ്സ് മീനിങ്, ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ആണ്. ദെൻ സയൻസ് ആസ് പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ്സ് പറയുന്നുണ്ട്. സയൻസ് ആസ് എൻ ഓൺഗോയിങ് പ്രോസസ് ഓഫ് എൻക്വയറി, ഇമ്പോർട്ടൻസ് ഓഫ് സയൻസ് ആസ് സ്കൂൾ സബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ജനറൽ ആയിട്ടുള്ള നമ്മളുടെ 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. ദെൻ സയൻറ്റിഫിക് മെത്തേഡ്, സ്റ്റെപ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. ഈ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും പരസ്പരം മാറിപ്പോവാൻ ചാൻസ് ഉള്ള ഒരു വേർഡാണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ മാറിപ്പോരുത്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആറ്റിറ്റ്യൂഡാണ് എഴുതേണ്ടത്. ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ആ രണ്ട് വേർഡിൻ്റെ സിമിലാരിറ്റി കാരണം നിങ്ങൾ എഴുതുന്ന സമയത്ത് മാറിപ്പോകരുത്. Landmark in the development of science education, then science education as envisaged in the NCF 2005 and KCF 2007. NCF 2005 നമ്മൾ ഫിലോസഫി പേപ്പറിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ സെയിം സംഭവം തന്നെയാണ്. അതേപോലെ തന്നെ KCF ഉണ്ട്, അതും നോക്കാം. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ, മൈക്രോ ടീച്ചിങ് ആൻഡ് മോഡൽസ് ഓഫ് ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് എന്താണ് എന്നുള്ളത് 1 വേർഡിനായിട്ട് അത് നമ്മളുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പാർട്ട് എയിൽ സിംപ്ലി എന്താണ് ഡെഫിനിഷൻ കൊടുക്കാൻ. അതുപോലെ തന്നെ മൈക്രോ ടീച്ചിങ്ങിൻ്റെ സൈക്കിള് ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ് സ്കിൽസ് ഫോർ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, എസെൻഷ്യൽ സ്കിൽ ഫോർ സയൻസ് ടീച്ചിങ്, മൈക്രോ ടീച്ചിങ് എ സ്കിൽ ബേസ്ഡ് പ്രാക്ടീസ്. മോഡൽസ് ഓഫ് ടീച്ചിങ്, മീനിങ് ആൻഡ് കോൺസെപ്റ്റ്, ഫാമിലീസ് ഓഫ് മോഡൽസ് ഓഫ് ടീച്ചിങ്, എലമെൻറ്റ്സ് ഓഫ് FA മോഡൽ. അപ്പോൾ ഈ ഒരു ഫാമിലീസ്, അതായത് മോഡൽസ് ഓഫ് ടീച്ചിങ് മെയിനായിട്ടും essay പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ്. ദെൻ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, എൻക്വയറി ട്രെയിനിങ് മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ഈ 3 മോഡലിൽ ചില സമയത്ത് നമ്മളുടെ ഷോർട്ട് ആൻസർ, അതായത് ഷോർട്ട് എസ്സേക്ക് ഏതെങ്കിലും ഒരു മോഡൽ കൊടുത്തിട്ട് അങ്ങനെ ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എസ്സേ തന്നെ ചോദിക്കാം. ഇനി നമുക്ക് യൂണിറ്റ് 3ലേക്ക് പോകാം. അപ്രോച്ചസ്, മെത്തേഡ് ആൻഡ് ടെക്നിക് ഓഫ് ടീച്ചിങ് സയൻസ്. ഈ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള അപ്രോച്ചസ് ഉണ്ട്, മെത്തേഡുകളുണ്ട്, ടെക്നിക്ക് ഉണ്ട്. ഈ 3ഉം, അതായത് അപ്രോച്ച് വേറെയാണ്, മെത്തേഡ് വേറെയാണ്, ടെക്നിക്ക് വേറെയാണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ടീച്ചിങ്, മാക്സിംസ് ഓഫ് ടീച്ചിങ്. മാക്സിംസ് ഓഫ് ടീച്ചിങ് ഏതെങ്കിലും 2 3 എഴുതാൻ, അങ്ങനെ എക്സാമ്പിളായിട്ട് എഴുതാൻ പറയാം. ദെൻ ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ്, എൻക്വയറി, ഡിസ്കവറി ആൻഡ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ്. അപ്പോൾ നമ്മളുടെ ടീച്ചിങ് സയൻസ് ടീച്ചിങ്ങിലെ അപ്രോച്ചസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യനാണ് വരുന്ന സമയത്ത് ഇൻഡക്റ്റീവും ഡിഡക്റ്റീവും എൻക്വയറി, ഡിസ്കവറി ആൻഡ് ഗൈഡഡ് ഡിസ്കവറി അപ്രോച്ചസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്രോച്ചസ്. പിന്നെ മെത്തേഡ്. അപ്പോൾ ചില സമയത്ത് നമ്മൾക്ക് ഒരു ടെക്നിക്കൊക്കെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മൊത്തം എഴുതേണ്ട ഒരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വേണ്ട, ഇതിൽ ഏതാണോ പറഞ്ഞിട്ടുള്ളത്, അപ്രോച്ച് ആണെന്ന് വെച്ചാൽ അപ്രോച്ച് എഴുതിയാൽ മതി. മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. അതിലാണ് ലെക്ചർ മെത്തേഡ്, ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ആ 2 മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, 2 അല്ല അല്ലേ, സോറി, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, പ്രൊജക്റ്റ് മെത്തേഡ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. അപ്പോൾ എന്താണ്, ഇതൊക്കെ മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ്. ദെൻ ഡാൾട്ടൺ പ്ലാൻ, ഇൻഡിവിജ്വൽ ലബോറട്ടറി മെത്തേഡ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നുണ്ട്. ദെൻ ടീച്ചിങ് ടെക്നിക് ആൻഡ് സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ടെക്നിക് ആൻഡ് സ്ട്രാറ്റജീസിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്വസ്റ്റ്യനിങ് ടെക്നിക്ക്, ഡിസ്കഷൻ, ബ്രെയിൻ സ്റ്റോമിങ്, റോൾ പ്ലേയിങ്, സിമുലേഷൻ, സെമിനാർ ആൻഡ് ഡിബേറ്റ്, പാനൽ ഡിസ്കഷൻ. സോ ടെക്നിക് ആൻഡ് സ്ട്രാറ്റജീസ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടെക്നിക്കും സ്ട്രാറ്റജിയും മാത്രം എഴുതിയാൽ മതി. അല്ലാതെ അതിൻ്റെ ഒപ്പം തന്നെ ഈ മെത്തേഡും അതുപോലെ തന്നെ അപ്രോച്ചസും കൊണ്ട് എഴുതേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചെഴുതുക. അപ്രോച്ച് ആണോ അഥവാ മെത്തേഡാണോ ഓർ ടെക്നിക്കാണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കി മാത്രം എഴുതുക. അല്ലാതെ വെറുതെ നമ്മൾ ഒരുപാട് എഴുതി വെച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ.
ഇനി യൂണിറ്റ് 5 നോക്കാം. ലേണിംഗ് ആസ് എ ജനറേറ്റീവ് പ്രോസസ്സാണ്. കൺസ്ട്രക്റ്റിവിസം, കോൺസെപ്ച്വൽ ഫ്രെയിം ആൻഡ് അണ്ടർപിന്നിങ് തിയറീസ്. ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസത്തിൽ കൊടുത്തിട്ടുള്ള തിയറീസ് അറിഞ്ഞിരിക്കണം. കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് വേഴ്സസ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. ആ ബിഹേവിയറിസും കൺസ്ട്രക്റ്റിവിസും നമുക്ക് കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പറ്റണം, അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ളത്. കൊളാബറേറ്റീവ് ലേണിംഗ്, ജിഗ്സോ ലേണിംഗ്. കൊളാബറേറ്റീവ് ലേണിംഗ് ഇതുപോലെ തന്നെ നമ്മളുടെ ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം. ജിഗ്സോ ലേണിംഗ്, മാനേജിങ് ഗ്രൂപ്പ് ലേണിംഗ് ഇൻ ക്ലാസ് റൂം. ലേണിംഗ് ആസ് എ ജനറേറ്റീവ് പ്രോസസ്, റോൾ ഓഫ് ടീച്ചർ ആൻഡ് ലേണർ ഇൻ ദോസ് കോണ്ടെക്സ്റ്റ്. ക്രിട്ടിക്കൽ പെഡഗോഗി ആൻഡ് ഇഷ്യൂ ബേസ്ഡ് ലേണിംഗ്. സോ ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ഫ്രയറിയുടെ പൗലോ ഫ്രയറി പറഞ്ഞിട്ടുള്ള ക്രിട്ടിക്കൽ പെഡഗോഗി, അതുപോലെ ഇഷ്യൂ ബേസ്ഡ് ലേണിംഗ് എന്തൊക്കെയാണെന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് നോക്കി പോവുക. റിവ്യൂ ഓഫ് ദ ലേറ്റസ്റ്റ് ഹാപ്പനിങ് ഇൻ ദിസ് സ്റ്റേറ്റ് സ്കൂളിംഗ് പ്രൊസീജിയർ. ദെൻ യൂണിറ്റ് 5 സയൻസ് എഡ്യൂക്കേഷൻ ആണ്. ആദ്യത്തേത് സയൻസ് ആൻഡ് സൊസൈറ്റിയാണ്. സയൻസ് ആസ് എ സോഷ്യൽ എൻഡിവിയർ, സയൻറ്റിഫിക് ലിറ്ററസി, ഇൻഫ്ലുവൻസ് ഓഫ് സയൻസ് ഓൺ സൊസൈറ്റി. അപ്പോൾ സയൻസ് ആൻഡ് സൊസൈറ്റിയിൽ വരുന്നത് ആദ്യം എന്താണ്? ഇൻഫ്ലുവൻസ് ഓഫ് സയൻസ് ഓൺ സൊസൈറ്റി. സയൻസ് എങ്ങനെയാണ് സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നീട് എന്താണ്? മിസ്കോൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഇത്തരത്തിലുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്കോൺസെപ്ഷൻസിന് എക്സാമ്പിൾസ് നമുക്ക് എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ആസ് എ ടീച്ചർ നമുക്ക് എങ്ങനെ ഈ കുട്ടികളിലുള്ള മിസ്കോൺസെപ്ഷൻസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. സയൻസ് ടീച്ചർ ആൻഡ് സൊസൈറ്റി, റോൾ ഓഫ് സയൻസ് ടീച്ചർ ഇൻ മോഡേൺ സൊസൈറ്റി. ദെൻ സയൻസ് കരിക്കുലം ആണ്, എ കോൺസെപ്ച്വൽ അനാലിസിസ്, കരിക്കുലം ആൻഡ് സിലബസ്, ഹിഡൻ കരിക്കുലം. അപ്പോൾ ഇതൊക്കെ 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം കേട്ടോ. ഹിഡൻ കരിക്കുലം എന്താണെന്ന് ചോദിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേജസ് ഓഫ് കരിക്കുലം ഡെവലപ്മെൻറ്റ്, അപ്രോച്ചസ് ടു കരിക്കുലം ഓർഗനൈസേഷൻ, ഇൻ്റഗ്രേറ്റഡ് ഡിസിപ്ലിനറി, ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ച്. ദെൻ കരിക്കുലം റീഫോംസ് അബ്രോഡ്, BSCS. അപ്പോൾ അത് BSCSൻ്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നഫീൽഡ് ഫൗണ്ടേഷൻ ഉണ്ട്. കോറിലേഷൻ ഇൻ സയൻസ് ടീച്ചിങ്, നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ടൈപ്സ് ഓഫ് കോറിലേഷൻ, ഇൻസിഡൻ്റൽ കോറിലേഷൻ, സിസ്റ്റമാറ്റിക് കോറിലേഷൻ, കോറിലേഷൻ ഓഫ് സയൻസ് വിത്ത് അതർ സബ്ജക്റ്റ്. സോ ഇൻസിഡൻ്റൽ ആയിട്ടുള്ള കോറിലേഷൻ എന്താണെന്നും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോറിലേഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കുക. അതിന് എക്സാമ്പിൾ നോക്കി വയ്ക്കുക. ദെൻ കോറിലേഷൻ ഓഫ് സയൻസ് വിത്ത് അതർ സബ്ജക്റ്റ് കൂടി നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ഇയേഴ്സത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 2015 വാട്ട് ഈസ് മീൻ ബൈ സ്കാഫോൾഡിംഗ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പീപ്പിൾസ് വർക്ക് ബുക്ക്, വാട്ട് ആർ കോളാബറേറ്റീവ് ലേണിംഗ്, വാട്ട് ഈസ് ബ്രെയിൻ സ്റ്റോമിംഗ്, ഗിവ് 2 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ലെക്ചർ മെത്തേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ മെത്തേഡും ടെക്നിക്കും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും അറിഞ്ഞിരിക്കണം. ലിസ്റ്റ് ഔട്ട് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് നഫീൽഡ് സയൻസ് ടീച്ചിങ് പ്രൊജക്ട്. To the learned, deduction comes naturally, but for the learner, induction is the way. Explain. അപ്പോൾ ഇവിടെ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് എന്താണ് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ ഡിഡക്റ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Give 2 examples for analytical diagrams. What is concentric syllabus? State any 4 issues mentioned in KCF 2007. പാർട്ട് ബി നോക്കാം. How biology can be successfully correlated with other school subjects? Explain. Write the qualities of a person with a scientific attitude. How will you develop a scientific attitude among യുവർ സ്റ്റുഡൻസ്. അപ്പോൾ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, അതായത് 2 പാർട്ട് ഉണ്ടല്ലോ ഈ ക്വസ്റ്റ്യന്. അപ്പോൾ എന്താണ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സൻ്റെ ക്വാളിറ്റീസ് എന്നും എഴുതണം. അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ, അതായത് ആസ് എ ടീച്ചർ നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നും എഴുതണം. Describe the fundamental principles of constructivism. Explain the characteristics of a good science textbook. As a ഒരു ഗുഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഗുഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? The art of questioning is the very soul of teaching. Comment. Then next question, explain the various approaches of biological science in curriculum organization. What is scientific literacy? How can this help in the development of an individual and society as a whole? Adutha question, seminar are effective instructional strategies in teaching science. Why?
Explain how enquiry approach could be utilized in teaching of biology. Mention any 5 essential requirement of a biology laboratory. അപ്പോൾ ഒരു ബയോളജി ലബോറട്ടറി കൺസ്ട്രക്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ റിക്വയർമെൻറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആസ് എ ലബോറട്ടറി നമ്മളുടെ മനസ്സിൽ നമ്മളൊരു ബയോളജി ലബോറട്ടറിയിൽ കയറുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. അത് വെച്ചിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതാം. ഉണ്ടോ, മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ട് ആർ മിസ്കോൺസെപ്ഷൻ ഇൻ സയൻസ്, സൈറ്റ് 1 എക്സാമ്പിൾ ഫോർ മിസ്കോൺസെപ്ഷൻ ഇൻ ബയോളജി, ഹൗ വിൽ യു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. അപ്പോൾ എന്താണ് ഈ ഒരു മിസ്കോൺസെപ്റ്റ് എന്നുള്ളത് എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ഒരു മിസ്കോൺസെപ്റ്റിന് എക്സാമ്പിൾ കൊടുക്കുക, അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്തും കൊടുക്കുക. ഇല്ലസ്ട്രേറ്റ് സയൻസ് ആസ് ആൻ ഓൺഗോയിങ് പ്രോസസ് ഓഫ് എൻക്വയറി. അപ്പോൾ സയൻസ് ആസ് എ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. Understanding the nature of discipline is of utmost importance in the transaction of curriculum. Being a teacher, substantiate this statement in terms of process and product aspects of science teaching. So science എന്നതൊരു പ്രോസസ്സാണ് ആസ് വെൽ as പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ യൂണിറ്റ് 1 പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റണം. അപ്പോൾ 10 മാർക്കിനാണ് ഞാൻ പറയാറുണ്ട് പാരഗ്രാഫ് ബേസ് എഴുതാം, പ്ലസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക, ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതുക. കാരണം 2 essay ആണ്, 40 മാർക്കല്ല 80 മാർക്കാണെന്നുള്ളത് ഓർത്തിട്ട് തന്നെ എഴുതുക. 10 മാർക്ക് ഇതുള്ള 2 essay എഴുതാനുണ്ട്. അപ്പോൾ സമയം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റണം. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് എന്ന് തോന്നുന്ന പോയിന്റുകൾ കിട്ടുന്ന ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യാം. How will you make use of various audiovisual aids as learning resources to enhance effectiveness in the teaching of biology? Next question, explain the project method of teaching with the help of suitable example from biology. അപ്പോൾ ഇങ്ങനത്തെ കേസ് ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറയുന്ന സമയത്ത് എന്തായാലും നമ്മൾക്ക് പഠിപ്പിക്കാനുള്ള ഒരു ഏരിയ ഏതെങ്കിലും ഒന്ന് മനസ്സിൽ കണ്ടിട്ട് പോവാട്ടോ, അത് വെച്ചിട്ട് എഴുതാൻ പറ്റണം. 16ലെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. സെലക്ട് 2 ടോപ്പിക്സ് ഫ്രം ഹൈസ്കൂൾ ബയോളജി സ്യൂട്ടബിൾ ഫോർ ഡിബേറ്റ്സ് ആസ് ടീച്ചിങ് മെത്തേഡ്. ഡിബേറ്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് ടോപ്പിക്കായാലും, ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങോ അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊല്യൂഷനോ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ള ഡിബേറ്റ്സ് നമുക്ക് സംഘടിപ്പിക്കാമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കോ അല്ലെങ്കിൽ ഹൈസ്കൂൾ ബയോളജിയിൽ വരുന്ന ഒരു ടോപ്പിക്കോ നിങ്ങൾക്ക് കൊടുക്കാം. റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് യൂസിങ് സപ്ലിമെൻ്ററി റീഡേഴ്സ്. സപ്ലിമെൻ്ററി റീഡേഴ്സിൻ്റെ മെറിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ക്യാൻ ബുള്ളറ്റിൻ ബോർഡ് ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ എ ക്ലാസ് റൂം ഫോർ ടീച്ചിങ് സയൻസ്? നെയിം എനി 2 ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ്. വാട്ട് ഈസ് എ കോൺസെപ്റ്റ്? ഗീവ് 1 എക്സാമ്പിൾ. എന്താണ് കോൺസെപ്റ്റ്? അതിനൊരു എക്സാമ്പിൾ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആർ മോഡൽസ് ബെറ്റർ ദാൻ ചാർട്ട് ഫോർ ടീച്ചിങ് ബയോളജിക്കൽ സയൻസ്? വൈ? മോഡൽസ് ഓഫ് ടീച്ചിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മോഡൽസ് ഓഫ് ടീച്ചിങ് ആണോ ചാർട്ടിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? നെയിം എനി 2 രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ദ ബയോളജി ലബോറട്ടറി. കമൻറ്റ് ഓൺ ടീച്ചിങ് സയൻസ് ബൈ പ്രോസസ് അപ്രോച്ച്. റൈറ്റ് എനി 3 മേജർ ഫീച്ചേഴ്സ് ഓഫ് ഡാൾട്ടൺ പ്ലാൻ. അതാണ് ഞാൻ പറയുന്നത്. അതിലുള്ള അപ്രോച്ചസ്, ടെക്നിക്ക്, അതുപോലെ തന്നെ മെത്തേഡ് ഉണ്ടല്ലോ, അതെന്താണെന്നും അറിഞ്ഞിരിക്കുക. പ്ലസ് അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റ്സും ഒന്ന് ജനറലായിട്ട് വായിച്ച് വിട്ടാൽ തന്നെ നമുക്ക് കിട്ടും. വാട്ട് ഈസ് മീൻ ബൈ സയൻറ്റിഫിക് ലിറ്ററസി? അപ്പോൾ സയൻറ്റിഫിക് ലിറ്ററസി ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും ഉണ്ടല്ലോ, അത് എഴുതാനും പറ്റണം. പാർട്ട് ബി ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. കമ്പയർ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ടു ബിഹേവിയറൽ അപ്രോച്ച് ഇൻ ദ ടീച്ചിങ് ഓഫ് ബയോളജി. അപ്പോൾ കൺസ്ട്രക്റ്റീവ്സും ബിഹേവിയറിസും കമ്പയർ ചെയ്തിട്ട് എഴുതാൻ പറ്റണം. ഡിസ്ക്രൈബ് ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് BScs. വാട്ട് ഡു യു മീൻ ബൈ നേച്ചർ ഓഫ് സയൻസ്? Suggest ways to modify the lecture method so as to involve the pupils' learning. List down any 4 uses of teacher's handbook. How will you develop a scientific attitude in your student? എങ്ങനെ നമുക്ക് കുട്ടികളിൽ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാം? Explain inductive versus deductive approaches of teaching biology. Compare the relative merits and demerits of each. അടുത്ത ക്വസ്റ്റ്യൻ, mention the implications of Piaget's theory in biology teaching. How is knowledge of first aid useful to a science teacher?
How will you conduct a brainstorming session in the classroom by selecting a suitable topic of your choice? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻപ് പ്രതീക്ഷിക്കുന്നതോ അതായത് പ്രീവിയസ് ഇയേഴ്സ് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബയോളജിയിലെ ഒരു ടോപ്പിക്ക് നിങ്ങൾ മനസ്സിൽ വെച്ച് പോവുക കേട്ടോ. ഇങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന, ചിലപ്പോൾ നമ്മളുടെ എക്സാം ടൈമിൽ ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് ടോപ്പിക്കൊന്നും ഓർമ്മയില്ലാതെ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ജനറൽ ടോപ്പിക്ക് എല്ലാവരും സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ ഒരു ഡിബേറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിലും, അതുപോലെ ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ട് എന്താ ബ്രെയിൻ സ്റ്റോമിംഗ് അല്ലേ, അതിന് പറ്റിയതും ഒക്കെ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ച് പോയാൽ മതി. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഹൗ ഈസ് ലൈഫ് സയൻസ് യൂസ്ഫുൾ ഫോർ ഹ്യൂമൻ വെൽഫെയർ? ഒരു ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രേഷൻ ഓഫ് നോളജ് ഫ്രം വേരിയസ് ഡിസിപ്ലിൻസ് റിസൾട്ട് ഇൻ മീനിങ് ഫുൾ ലേണിംഗ്. സബ്സ്റ്റാൻഷിയേറ്റ് വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രിൻസിപ്പിൾ ആർ ദ ഫൗണ്ടേഷൻസ് on which the curriculum is built upon. Comment briefly explain the principles of curriculum construction. അപ്പോൾ കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ അറിഞ്ഞിരിക്കണം. Citing a suitable example, enumerate the steps in scientific method and its significance in the teaching of biological science. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്താണ്? ഒരു സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് മീൻസ് അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണ് ബയോളജിക്കൽ സയൻസ് അല്ലെ സയൻസ് ടീച്ചർ എന്ന നിലയിൽ നമുക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറുന്നത് എന്നും എഴുതാൻ പറ്റണം. ഓക്കെ, 19ൽ പറഞ്ഞിട്ടുള്ളതാണ്. Define scientific literacy. Mention any two ways to promote it. What is heuristic method? Who proposed it? And the next question. What do you mean by misconceptions in science? Give one example. What is critical pedagogy? Who envisaged it? Write any 4 principles of curriculum construction. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ബിഹേവിയറിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ 2 മാർക്ക് ചോദിച്ചാലും 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അതുപോലെ essay ചോദിച്ചിട്ടുണ്ടെങ്കിലും എഴുതാൻ പറ്റാവുന്ന പാകത്തിൽ നോക്കി വെക്കുക. വാട്ട് ഈസ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം? ഹു പ്രപ്പോസ്ഡ് ദ തിയറി. അപ്പോൾ തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആരാന്നൊക്കെ ഉള്ളത് നോക്കണം കേട്ടോ. വാട്ട് ഈസ് ജിക്സോ ടെക്നിക് ഇൻ ടീച്ചിങ്? റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് ഇറ്റ്. മെൻഷൻ എനി 4 ഫീച്ചേഴ്സ് ഓഫ് ഷോയിങ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. റൈറ്റ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് NCF 2005. നെക്സ്റ്റ് പാർട്ട് ബിയിൽ വരുന്നതാണ്. വാട്ട് ആർ ടീച്ചിങ് സ്കിൽസ്? എക്സ്പ്ലെയിൻ എനി 2 കോർ ടീച്ചിങ് സ്കിൽസ് ഇൻ ടീച്ചിങ് ബയോളജി. വാട്ട് ആർ പ്രൊജക്ട്സ്? എക്സ്പ്ലെയിൻ ദ മെയിൻ സ്റ്റെപ്സ് ഓഫ് ഡൂയിങ് എ പ്രൊജക്ട് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫ്രം ബയോളജി. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം? എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ജനറ്റിക് എപ്പിസ്റ്റമോളജി പ്രപ്പോസ്ഡ് ബൈ ജീൻ പിയാഷെ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ സിൻടാക്സ് ഓഫ് എൻക്വയറി ട്രെയിനിങ് മോഡൽ വിത്ത് ആൻ എക്സാമ്പിൾ. What is brainstorming? How will you organize a brainstorming session in your classroom? അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ സയൻസ് പ്രോസസ് സ്കിൽസ്? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് പ്രോസസ് സ്കിൽസ് എമംഗ് ലേണേഴ്സ്. അപ്പോൾ പ്രോസസ് സ്കിൽസ് ഏതാണെന്നും അതിൻ്റെ സ്ട്രാറ്റജീസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ഡാൾട്ടൺ പ്ലാൻ? എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ ഇതിലൊക്കെ കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ടെക്നിക്ക് അതുപോലെ തന്നെ മെത്തേഡ് വന്നിട്ടുള്ള ആ ഒരു ഏരിയയിൽ നിന്നാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ മേജർ റോൾ ഓഫ് നഫീൽഡ് ഫൗണ്ടേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് കരിക്കുലർ റീഫോർമേഷൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ഡ്യൂട്ടീസ് ഓഫ് എ സയൻസ് ടീച്ചർ ഇൻ പ്രൊമോട്ടിംഗ് സയൻറ്റിഫിക് വാല്യൂസ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻസിഡൻ്റൽ കോറിലേഷൻ ആൻഡ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ വിത്ത് എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. വാട്ട് ഈസ് BSCS? Explain 9 unifying themes suggested by BSCS. Part C. Define micro teaching. Explain the major steps of micro cycle. Discuss its scope and relevance as an effective training technique for teacher training program. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡിഫൈൻ കരിക്കുലം. എക്സ്പ്ലെയിൻ ദ മേജർ അപ്രോച്ചസ് ഇൻ ഓർഗനൈസിംഗ് എ സ്യൂട്ടബിൾ സയൻസ് കരിക്കുലം. ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് വേരിയസ് അപ്രോച്ചസ് ഇൻ കരിക്കുലം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ടീച്ചിങ് സയൻസ് വിത്ത് എ സ്പെഷ്യൽ റെഫറൻസ് ടു ടീച്ചിങ് നാച്ചുറൽ സയൻസ്. അപ്പോൾ ഈ ഒരു essay ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്താ പറയുക അറിയാവുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കാം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഡിഫൈൻ ക്രിട്ടിക്കൽ പെഡഗോജി. വാട്ട് ഈസ് മീൻ ബൈ സ്കാഫോൾഡിംഗ്? ലിസ്റ്റ് ഔട്ട് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് BSCS. അപ്പോൾ BSCS ഫുൾ ഫോം അത് നമ്മൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനിലും കണ്ടു കേട്ടോ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോൾ പ്ലേ?
വാട്ട് ഈസ് ഹിഡൻ കരിക്കുലം, ലിസ്റ്റ് ഔട്ട് എനി 4 മാക്സിംസ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഏതെങ്കിലും മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്താണെന്ന് എഴുതാൻ പറ്റണം, അതുപോലെ എക്സാമ്പിളും എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യാനും പറ്റണം. ഡ്രോ എ മൈക്രോ ടീച്ചിങ് സൈക്കിൾ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻസിഡൻ്റൽ ആൻഡ് സിസ്റ്റമാറ്റിക് കോറിലേഷൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആൻഡ് സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡ്, റൈറ്റ് എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് വിത്ത് റെസ്പെക്ട് ടു NCF 2005. അടുത്ത പാർട്ട് ബി ആണ് എക്സ്പ്ലെയിൻ കൊളാബറേറ്റീവ് ലേണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കമ്പോണൻസ് ഓഫ് എ സ്കിൽ ഓഫ് എക്സ്പ്ലൈനിങ്, ഡിസ്കസ് ദ സ്റ്റെപ്സ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്, എക്സ്പ്ലെയിൻ ദ ഫേസസ് ഓഫ് എൻക്വയറി ട്രെയിനിങ് മോഡൽ, മെൻഷൻ ദ റെലവൻസ് ഓഫ് മൈക്രോ ടീച്ചിങ് ആസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക്, എക്സ്പ്ലെയിൻ ദ ലാൻഡ്മാർക്ക് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഇൻ സയൻസ് ടീച്ചിങ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ, illustrate the major issues adopted by KCF for issue-based learning. A science teacher should be always free from superstitions. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അപ്പോൾ മിസ്കോൺസെപ്റ്റ് എന്താണ്, സൂപ്പർസ്റ്റിഷ്യൻസ് എന്തൊക്കെയാണ് ഇന്ന് സൊസൈറ്റിയിലുള്ളതെന്നൊക്കെ ഒന്ന് നോക്കി വെച്ച് പോവുക. കൺസ്ട്രക്റ്റിവിസം ഈസ് ദ തിയററ്റിക്കൽ ബാക്കിംഗ് ഫോർ നാച്ചുറൽ സയൻസ് എഡ്യൂക്കേഷൻ. എക്സ്പ്ലെയിൻ. ലേണിംഗ് ആസ് എ ജനറേറ്റീവ് പ്രോസസ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ടീച്ചർ ആൻഡ് ലേണർ ഇൻ ദി കോണ്ടെക്സ്റ്റ്. എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത് ഡിസ്ക്രൈബ് ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. സയൻസ് ആൻഡ് ഇറ്റ്സ് ടീച്ചിങ് ഈസ് എ കാറ്റലിസ്റ്റ് ബിഹൈൻഡ് സോഷ്യൽ ചേഞ്ച്. പ്രൂവ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ പ്രൊജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഓഫ് പ്രൊജക്റ്റ് മെത്തേഡ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ഫ്രം ബയോളജി. അപ്പോൾ മെത്തേഡ്, ടെക്നിക്ക്, അതുപോലെ BScs, മൈക്രോ ടീച്ചിങ് എന്താണ്, മോഡൽസ് ഓഫ് ടീച്ചിങ് ഏതൊക്കെയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റണം. പ്ലസ് നമ്മളുടെ തിയറീസ് ഉണ്ടല്ലോ, കൺസ്ട്രക്റ്റിവിസം, അതുപോലെ തന്നെ ബിഹേവിയറിസം, അതിൽ വരുന്ന തിയറീസ്, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണ്, സ്കാഫോൾഡിങ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞു, ഒരു ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഏത് മെത്തേഡ് ചോദിച്ചിട്ടെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള, അപ്പോൾ ജനറൽ ആയിട്ടൊരു ടോപ്പിക്ക് മതി, നമ്മളുടെ സ്കൂൾ ബയോളജിയിൽ വരുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക്. അങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാം ഹാളിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം അത് നമുക്കൊരു ടോപ്പിക്ക് അറിയാമല്ലോ, അത് വെച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ അറിയാം, ഓരോ ഭാഗത്തിൽ നിന്നും പ്രീവിയസ് ഇയേഴ്സത്തെ ക്വസ്റ്റ്യൻസ് എന്താണ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കി പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും.